പസഫിക് ഓഷനിൽ ഇന്ത്യൻ സമയം രാവിലെ 5:37 ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത്. അതിന് പിന്നാലെ അവരെ റിക്കവറി ചെയ്യാനുള്ള ഒരുക്കങ്ങളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അവരെ അവിടെ നിന്ന് മാറ്റി വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. അതിന് പിന്നാലെ അവരെ ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. കൃത്യമായ ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു എന്താണ് ഇത്ര കാലതാമസം. കാത്തിരിക്കുക എന്ന് മാത്രമാണ്. കാരണം പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ, അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് ഗ്രൗണ്ട് കൺട്രോൾ സെന്റർ നൽകുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വേണം ഓരോ ഘട്ടവും ചെയ്യാൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. അതിനായുള്ള കാത്തിരിപ്പ് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഷീൽഡുകൾ അത് വെട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാം. താപത്തെ പ്രതിരോധിക്കാനുള്ള ഷീൽഡുകൾ കൃത്യമായി ഒറൈൻ പേടകത്തിൽ വർക്ക് ചെയ്തിരുന്നു. ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് പാരച്യൂട്ടുകൾ വിടർന്ന് ഈ പേടകം പതിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനകത്ത് കഴിയുന്ന ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവരത് കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ആ പേടകത്തിലേക്ക് ഈ എക്സ്പേർട്ടുകൾ കയറുന്നുണ്ട്. അതിന്റെ ഹാച്ച് തുറന്ന് വേണം അവർക്കരികിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അതിനകത്തുള്ളവർക്ക് പുറത്തേക്ക് എത്താൻ. ഇപ്പോൾ നമുക്ക് കാണാം എക്സ്പേർട്ടുകൾ ആ പേടകത്തിലേക്ക് കയറിയിട്ടുണ്ട്. അവർ ആ ഹാച്ചിനടുത്തേക്ക് എത്തുകയാണ്. ഹാച്ച് എന്ന് പറഞ്ഞാൽ ഈ പേടകത്തിന്റെ ഓപ്പണിംഗ് ഡോറാണ്. നമുക്ക് തത്സമയ കമന്ററിയിലേക്ക് കൂടി പോവാം. You can see now that side hatch is open. One of the Navy personnel is about to get inside there. യെസ്, വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ നേരത്തെ പറഞ്ഞു US നേവി ടീമിന്റെ വിദഗ്ധരാണ് ഇപ്പോൾ ഇവരെ പേടകത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ വേണ്ടി അവിടെ എക്സ്പേർട്ടുകളായി എത്തിയിട്ടുള്ളത്. അവർ ആ ബോട്ടിലേക്ക് ഇവരെ 4 പേരെയും മാറ്റേണ്ടതുണ്ട്. നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവരുടെ ആദ്യ വിഷ്വലുകൾ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. 4 പേർ: റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കൂക്കൻ, ജെറമി ഹാൻസൺ. ഈ 4 പേരാണ് യാത്രികർ. അവരെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. എല്ലാവരും ഓൾ 4 ഇൻ ഗുഡ് കണ്ടീഷൻ എന്ന കൺഫർമേഷൻ നേരത്തെ നാസ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് നമുക്കിപ്പോൾ ഒരുപാട് ബോട്ടുകളെ കാണാം. നേരത്തെ ഇത്രയും ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് ബോട്ടുകളിലായി എക്സ്പേർട്ടുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു നാസ സംഘമുണ്ട്, ഒപ്പം തന്നെ US നേവി സംഘമുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഈ ദൗത്യ സംഘത്തെ വീണ്ടെടുക്കാൻ പോകുന്നത്. കുറച്ചുകൂടി അടുത്തേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തുന്നുണ്ട്. ഈ റാഫ്റ്റിംഗ് ബോട്ടിലാണ് ഇവരെ മാറ്റുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അവിടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ അവിടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളെ നമുക്ക് കാണാം. അതും US നേവി ടീമിന്റെയാണ്. ഇപ്പോൾ പേടകത്തിന് ചുറ്റും ഒരുപാടധികം ബോട്ടുകൾ എത്തിയിട്ടുണ്ട്. ആ റാഫ്റ്റർ ബോട്ടിൽ ഈ പേടകത്തെ മാറ്റും. ആ പേടകത്തിലുള്ള യാത്രികരെ റാഫ്റ്റിംഗ് ബോട്ടിലേക്ക് മാറ്റുമെന്നാണ് നേരത്തെ അറിയിച്ചത്. പേടകത്തെ ഒരു റോപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുകൂടിയുണ്ട് ആ റാഫ്റ്റിംഗ് ബോട്ടുമായി എന്നുകൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന്റെ കൂടുതൽ കൺഫർമേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. Yeah, thank you, Megan. Here in Mission Control, Flight Director Rick Henfling and the entry team of flight controllers still on duty. The vehicle has been powered down for some time now. There are no hazardous gases emanating from Integrity. That, of course, allowed the recovery personnel to approach the vehicle and then open the hatch to begin the initial medical assessment of the crew, as you just indicated. Now we're standing by for the ഇപ്പോൾ കൺഫർമേഷൻ ലഭിച്ചിരിക്കുകയാണ്. അതായത് ഇതിപ്പോൾ പുറമേ നിന്ന് വന്ന ഒരു പേടകമാണ്. മാത്രമല്ല അത് കത്തി ഒരു ഗോളമായി വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഹസാഡസ് ആയുള്ള ഗ്യാസ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും വിഷലിപ്തമായ വാതകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കാത്തിരിപ്പ് എന്നുകൂടി അറിയുന്നു. ഇപ്പോൾ പൂർണ്ണമായും നമ്മുടെ പേടകം പവർ ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും അത്തരത്തിലുള്ള വിഷവാതകങ്ങളൊക്കെ അതിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് വരാനോ കഴിയുള്ളൂ. അതിനുള്ള കാത്തിരിപ്പ് കുറച്ചധികം സമയം വേണ്ടിവരുമെന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നു. അതിനുശേഷം മാത്രമായിരിക്കും അവരെ പുറത്തേക്ക് എടുത്ത് ഈ മെഡിക്കൽ ചെക്കപ്പ് നടത്തുക എന്നൊരു
കൺഫർമേഷനാണ് ഇപ്പോൾ അജിൻ, ഇതിലൊരു നാസയുടെ കൺട്രോൾ സംശയം സെന്റർ. ചോദിക്കട്ടെ. ഈ പസഫിക് സമുദ്രത്തിൽ ഈ സ്പ്ലാഷ് ഡൗൺ നടത്തുന്നതിന് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇല്ല, ഇത് രണ്ട് രീതിയിലാണ് അമൽ. ഈ തിരികെ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പോകുന്നൊരു പേടകത്തെ തിരിച്ച് ഭൂമിയിലേക്ക് നമുക്ക് ഹാർഡ് ഡൗൺ എന്ന് പറയാം. ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിൽ ഇറക്കുന്നതിനാണ്. കരഭാഗത്തും ഇറക്കാൻ പറ്റും, പക്ഷേ അത് അത്തരം എന്താണ് പറയുക, കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കരുത്തുള്ള പേടകങ്ങൾ വേണ്ടിവരും. ഇത് കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ പേടകങ്ങളെ ഈ സമുദ്രത്തിൽ ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്ന ഒരു ധാരണ കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമുദ്രത്തിൽ ഇറക്കുന്നത്. ഈ സാന്റിയാഗോ തീരം എന്ന് പറയുന്നത് കുറച്ചുകൂടി നാസയുടെ ഈ സെന്ററിനടുത്താണ്. അവരെ വീണ്ടെടുക്കാൻ എളുപ്പമാണ്, ഈ നാസ ടീമിനും അവരെ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സമുദ്രം തിരഞ്ഞെടുക്കുന്നത്, ശാന്തസമുദ്രം തിരഞ്ഞെടുക്കുന്നത്. മറ്റെവിടെയും ഇറക്കാം, കുറച്ചുകൂടി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് ഈ സാന്റിയാഗോ തീരം തിരഞ്ഞെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് മറ്റിടങ്ങളിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ചൊവ്വയിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ തന്നെ പോകണമെങ്കിൽ അവിടെയൊക്കെയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ ഇടിച്ചിറക്കേണ്ടി വരും. അങ്ങനെ ഇടിച്ചിറക്കാനും കഴിയും പേടകങ്ങളെ. സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഈ ചന്ദ്രയാൻ പോലുള്ള ദൗത്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ ഇടിച്ചിറക്കിയതല്ല, അവിടെ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു. ഹാർഡ് ലാൻഡിങ്ങും സോഫ്റ്റ് ലാൻഡിങ്ങും ഉണ്ട്. ഈ ത്രസ്റ്ററുകൾ മുകളിലോട്ട് പവർ കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ പേടകത്തിന്റെ വേഗം കുറച്ചു കൊണ്ടുവന്ന് ഒരു 3 കാലിൽ അതിനെ താഴെ നിർത്തുക എന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയാം. ഇതിപ്പോ ഒരു സ്പ്ലാഷ് ഡൗൺ ആണ്, വെള്ളത്തിൽ ഇറക്കുന്നതാണ്. ഈ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ സ്പേസ് എക്സിന്റെ ഒക്കെ ഫാൽക്കൺ എന്ന് പറയുന്ന റോക്കറ്റുകളൊക്കെ ഈ സോഫ്റ്റ് ലാൻഡിങ്ങിന് സാധ്യമാകുന്ന തരത്തിലുള്ള റോക്കറ്റുകളാണ്. വളരെ മെല്ലെ, വളരെ വേഗത്തിൽ വന്ന് അതിന്റെ വേഗം കുറച്ച് തറയിൽ തന്നെ, അതായത് നിലത്ത് തന്നെ അതിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയും. അത്തരം ടെക്നോളജികളുമുണ്ട്. പക്ഷെ നാസ കുറച്ചുകൂടി ഫോളോ ചെയ്യുന്നത് ഇത്തരം സ്പ്ലാഷ് ഡൗൺ ദൗത്യങ്ങളെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇതിപ്പോ മറ്റ് രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റ് ബഹിരാകാശ ഏജൻസികളും ഒക്കെ ഇത്തരം ചാന്ദ്ര ദൗത്യത്തിന് വേണ്ടി ഇനി ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് എന്ന് പറയുന്നത്. നമ്മൾ മുൻപേ ഏതാണ്ട് 60കളിലും 50കളിലും 70കളിലും ഒക്കെ അപ്പോളോയും ഒപ്പം തന്നെ ലൂണയും, അത് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ഒക്കെ ചാന്ദ്ര പര്യവേഷണങ്ങൾ, അന്നതൊരു രാഷ്ട്രീയ മേധാവിത്വമായിരുന്നു അന്നത്തെ ലക്ഷ്യമെങ്കിൽ ഇനി അത് വരും കാലങ്ങളിൽ ചില സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ ആ നിലയിൽ തന്ത്രപരമായ ചില പ്രാധാന്യം ഇനിയുള്ള ചാന്ദ്ര ദൗത്യങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ നിന്നുള്ള ചില സവിശേഷമായ മൂലകങ്ങൾ, ഹീലിയം 3 പോലുള്ള മൂലകങ്ങൾ, അത് 1 കിലോ ഹീലിയം മൂലകത്തിന് ഏതാണ്ട് 160 കോടി രൂപ വിലയുണ്ടെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സരം കൂടി ഇനി ഒരുപക്ഷെ ഈ ഏജൻസികൾ തമ്മിൽ ഭാവിയിൽ നടക്കാനുള്ള ഒരു സാധ്യതയില്ല, ഈ അപൂർവ മൂലകങ്ങളെ കൂടി എത്തിക്കുക എന്നുള്ള ചില സാധ്യതകളൊക്കെ മുന്നിലുള്ളപ്പോൾ? തീർച്ചയായിട്ടും അതുണ്ട്. അതിനൊക്കെ പക്ഷെ ഒരുപാട് കൂടുതൽ പര്യവേഷണങ്ങൾ ഇനി വേണ്ടിവരും എന്നുള്ളതാണ്. കാരണം നമുക്ക് അങ്ങനെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ചിന്തകളിലേക്ക് ഇനി ശാസ്ത്രലോകം കടക്കാൻ പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉറപ്പാണ് അത്തരം ദൗത്യങ്ങളിലേക്ക് എന്തായാലും ശാസ്ത്രലോകം അല്ലെങ്കിൽ ഇത്തരം ഏജൻസികൾ കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭൂമിയിൽ ലഭ്യമല്ലാത്ത മൂലകങ്ങൾ മറ്റിടങ്ങളിലുണ്ട്, മറ്റ് ഗ്രഹങ്ങളിലുണ്ട്. അവിടെ പോയി അത് എടുത്തു കൊണ്ടുവരിക എന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അതത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല. എങ്കിൽ കൂടി തന്നെ മനുഷ്യരുടെ അത്തരത്തിലുള്ള അഭിവാഞ്ചകളൊക്കെ ആ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർക്ക് ഇനി ഭൂമിയിൽ മാത്രമായി വസിക്കാൻ കഴിയുകയില്ല എന്ന രീതിയിലേക്ക് ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വാസയോഗ്യമായ മറ്റിടങ്ങളിലേക്ക് ചേക്കേറേണ്ടതുണ്ട് എന്ന ചിന്ത അത് പിന്നെയും ഓക്കെയാണ്. പക്ഷേ വാണിജ്യപരമായും തന്ത്രപരമായും ഒക്കെ ഇത്തരം ദൗത്യങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ യുക്തി അത് എത്രമാത്രം ഓക്കെ ആവുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഇപ്പോൾ അമൽ പറഞ്ഞതുപോലെ 60കളിലും 70കളിലും ഒക്കെ സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായൊക്കെ ഉണ്ടായ കോൾഡ് വാർ, ആ സമയത്ത് ശക്തി തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം ചാന്ദ്രദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ കാലമല്ല ഈ കാലം, ഇന്ന് മാറിയിട്ടുണ്ട് കാലം. അതുകൊണ്ട് തന്നെ ഇത്തരം ദൗത്യങ്ങൾക്ക് ഒരു മാനുഷികമായ മൂല്യങ്ങൾ വേണം, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിലായിരിക്കണം ഇത്തരം ദൗത്യങ്ങൾ നടത്തേണ്ടത് എന്ന പൊതുവിലയിരുത്തലുണ്ട്. ഒരുപക്ഷെ ഹ്യൂമാനിറ്റിയുടെ ഒരു പ്രതിനിധികളായിട്ടാണ് ഈ 4 പേരും ഈ ദൗത്യത്തിന്റെ ഭാഗമായി പോയത്. മനുഷ്യരാശിയുടെ മഹായാത്ര എന്നാണ് നാസ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൽ മറ്റ് ലാഭേച്ഛയില്ലാതെ വേണം ഇതിൽ ഭാഗമാകാൻ എന്നുകൂടി നാസ പറയുന്നുണ്ട്. പക്ഷേ അമൽ പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾ കൂടി വാണിജ്യപരമായും തന്ത്രപരമായും ഒക്കെ തന്നെ ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഇത്തരം ദൗത്യങ്ങൾ ഉപയോഗിച്ചേക്കാം, നമുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിലും ഇപ്പം നമ്മൾ ശാസ്ത്രത്തെ കൂടുതൽ അറിയുന്ന അല്ലെങ്കിൽ ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കുന്ന ആൾക്കാർക്കൊക്കെ മനുഷ്യർക്ക് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാൻ കഴിയുമോ എന്നതിലാണ് നമ്മുടെയൊക്കെ ഒരു ഹുക്കുള്ളത്. അത് സംഭവിക്കട്ടെ എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. ഞാനും
ഇഷ്ടപ്പെടുന്നുണ്ട് അത്തരം ദൗത്യങ്ങളെ. അത് വരും കാലങ്ങളിൽ ഉണ്ടാവട്ടെ. ഇപ്പോൾ നമ്മൾ പറയുന്നു ഗഗൻയാനൊക്കെ ISROയുടെ ഒരു പുതിയ ദൗത്യമാണ്. ആദ്യമായി നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിലേക്കോ അല്ലെങ്കിൽ ബഹിരാകാശത്തേക്കോ നമ്മൾ മനുഷ്യരെ അയക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ രാജ്യവും അവരുടേതായ രീതിയിൽ പുതിയ ദൗത്യങ്ങളുമായി വരുന്നു. പക്ഷെ അതെല്ലാം മനുഷ്യരാശിക്ക് ഗുണമാകുന്ന രീതിയിൽ, ഗുണഫലം ഉണ്ടാകുന്ന രീതിയിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത്. അമലും സൂര്യയും ഒക്കെ അത്തരം ആഗ്രഹമുള്ളവരാണെന്ന് എനിക്കറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.